നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെഡിമെയ്ഡ് ബ്ലൗസിന്റെ വീഡിയോ ആണ്. എല്ലാവരും കേട്ട് അടുത്ത കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. സ്ക്രീനിൽ എഴുതി കഴിഞ്ഞ പ്രാവശ്യം എഡിറ്റ് ചെയ്തപ്പോൾ സ്ക്രീനിൽ സൈസ് എഴുതാൻ വിട്ടുപോയായിരുന്നു. പക്ഷെ അത് കമന്റിനകത്ത് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം വിട്ടുപോകാതെ എഴുതിയേക്കാം. സൈസ് XL എന്നാണ് സൈസ് എങ്കിൽ XXL സൈസ് വരെയുള്ള ആർക്കും ഉപയോഗിക്കാം. അതായത് ഓരോ സൈസ് എന്നല്ല, മീഡിയം, ലാർജ്, XL, XXL വരെ ഉണ്ട് എന്നല്ല അർത്ഥം. ആ ഒരു ബ്ലൗസ് വാങ്ങിച്ചാൽ XXL സൈസ് വരെയുള്ള ആർക്കും ഉപയോഗിക്കാം. അതിന് മേളിലോട്ടുള്ള സൈസുകൾ ഏതാണോ സ്ക്രീനിൽ എഴുതിയേക്കുന്നത് അതിന് മേളിലോട്ടുള്ള കുർത്തി സൈസ് ഉള്ളവർ ഉപയോഗിക്കും. കുർത്തിയുടെ സൈസാണ്, ബ്രാഡ് സൈസ് അല്ല. ഇപ്പം ഈ സ്ക്രീനിൽ ഇപ്പൊ ഈ ഞാൻ കാണിക്കാൻ പോകുന്ന ബ്ലൗസിന് അപ് ടു XXL എന്നാണ് എഴുതിയേക്കുന്നതെങ്കിൽ XXL എടുക്കുന്നതേ ഉള്ളൂ. ബാക്കി ആർക്കും ആ ബ്ലൗസ് എടുക്കാം. ആ ഒരൊറ്റ ബ്ലൗസേ ഉള്ളൂ, അല്ലാതെ പല സൈസിലുള്ള ബ്ലൗസ് ഇല്ല. പിന്നെ ഇപ്പൊ ബ്ലൗസ് കാണിക്കാം. തിരക്കിൽ ഒത്തിരി നേരം പറഞ്ഞുകൊണ്ടിരിക്കാതെ കാണിക്കാം. പിന്നെ ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിച്ചിട്ട് ഇത് സ്ട്രെച്ചബിൾ ബ്ലൗസ് ആണ്. ഇത് നിങ്ങളുടെ ഇതിന്റെ സൈസ് അനുസരിച്ചാണ്, നിങ്ങളുടെ ടോപ്പിന്റെ സൈസ് അനുസരിച്ചാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. നിങ്ങളുടെ സൈസിനെക്കഴിഞ്ഞും കൂടിയ സൈസ് ഏത് സൈസ് വേണേലും വാങ്ങിച്ചോ. നിങ്ങളുടെ സൈസിനെക്കഴിഞ്ഞും താഴ്ന്ന സൈസ് വാങ്ങിക്കരുത്. അതായത് 3XL ഉള്ള ഒരാൾ XXL എടുക്കരുത്. പിന്നെ അതുപോലെ ചിലതിന് അത് ഞാൻ ആ ബ്ലൗസിലേക്ക് വരുമ്പം പറയാം. ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം, എടുത്തിട്ടുള്ളവരെ ഉള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അറിയാം. ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു മോഡൽ ബ്ലൗസാണ്. വൈറ്റ് കൂടെ ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ഗോൾഡ് കളറുള്ള ഡിസൈൻ പോയിരിക്കുന്നത്. ഇതാണ് ബ്ലൗസ്, കണ്ടോ. ഇതിനകത്ത് ഇത് പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. റെഡിമെയ്ഡ് ബ്ലൗസിനകത്ത് ചില സാധനം, ചിലത് ഇപ്പം ഞാനൊരു ടൈപ്പ് ബ്ലൗസ് കാണിക്കും. പ്ലെയിൻ ബ്ലൗസ് ഉണ്ട്. ഈ റെഡിമെയ്ഡ് ബ്ലൗസ് ആണെന്ന് പറഞ്ഞാൽ പോലും മാർക്കറ്റിൽ പല റേറ്റ് ഇറങ്ങുന്നു. 200 രൂപയ്ക്കും 190 രൂപയ്ക്കും ഒക്കെ ഇറങ്ങുന്നതുണ്ട്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് കാറ്റ പ്രാവശ്യം നല്ല കംഫർട്ടാവും. നിങ്ങൾ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഈ ബലൂൺ വന്ന പോലെ ഇങ്ങനെ വീർത്ത് എലാസ്റ്റിക് അയഞ്ഞ പോലെ ഇങ്ങനെ തളന്ന് കിടക്കും. ഇത് സ്കിൻ ഫിറ്റ് ആണ്. അതും അത്യാവശ്യം കട്ടിയുള്ള പല റേറ്റിലുള്ളതുണ്ട്. നമ്മൾ ഏറ്റവും ചീപ്പ് ക്വാളിറ്റിയിലുള്ള റേറ്റിലുള്ളത് കൊടുക്കുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ 350 രൂപ അല്ലെങ്കിൽ 250 രൂപ 270 രൂപയൊക്കെ മുടക്കിയാൽ അത് ഒറ്റ പ്രാവശ്യം ഇടാനേ പറ്റുള്ളൂങ്കിൽ പിന്നെ അത് നഷ്ടമാണ്, അല്ലെ, വലിയ ലാഭമാണെന്ന് പറയുന്ന പോലെ മേടിച്ചിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ചീപ്പ് ക്വാളിറ്റി റേറ്റ് കൊടുക്കുന്നില്ല. റേറ്റിലുള്ള ബ്ലൗസ് എടുക്കുന്നത് അത് കിട്ടുമെന്ന് എനിക്ക് നല്ല, ഇത് സെയിം സാധനം ഇതിന്റെ പകുതി റേറ്റ് കിട്ടും. പക്ഷെ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. 2 ദിവസം കഴിയുമ്പോൾ അത് 2 പ്രാവശ്യം ഇട്ട് നിങ്ങളൊന്ന് വാഷും കൂടെ ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഇങ്ങനെ നിൽക്കും. ബനിയം വലിഞ്ഞു വരുന്ന പോലെ നിൽക്കും. അതാണ്, അത് കണ്ടിട്ട് ചിലർ ഓർക്കുന്നുണ്ട്, അയ്യോ ഇത് അവിടെ അത്ര റേറ്റ്. ഇത് തന്നെ സാധനമാണ്, സെയിം ഐറ്റം. ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി എടുത്തോണ്ട് വരിക എന്ന് പറയുന്നത് ഡാർക്ക് മെറൂൺ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബനിയനാണ് ഇട്ടേക്കുന്നതെന്നൊരു ഫീൽ ഉണ്ടാകുന്നത് നമുക്ക് ഇഷ്ടമല്ല, അല്ലേ. ബ്ലൗസ് ഇപ്പം ഇതിട്ടാൽ ഇതൊരു കോട്ടൺ ബ്ലൗസ് ഇട്ട ഫീൽ എനിക്ക് തോന്നണം, മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ല, അല്ലെ. ബനിയൻ്റെ ബ്ലൗസ് ഇട്ടൊന്ന് തോന്നിപ്പിക്കാൻ, ഇപ്പം നല്ലൊരു പട്ടുസാരി കൊടുത്തിട്ട് ബനിയൻ്റെ ബ്ലൗസ് ഇട്ടൊന്ന് തോന്നിപ്പിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ട്. അപ്പോൾ അത് ഇച്ചിരി കട്ടിയുള്ള ഒരു സ്റ്റഫ് വേണം, അതിൻ്റെ സ്ട്രെച്ച് കുറവായിരിക്കും, മനസ്സിലായോ. പിന്നെ വേറൊരു കാര്യം, ഇതിന് ഓപ്പണിംഗ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ബ്ലൗസ് ഞാൻ ബ്ലൗസ് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കൈ കയറും, ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങത്തില്ല. അപ്പം നമ്മൾ തന്നെ എടുക്കും, നമുക്ക് തന്നെ ഇറക്കാൻ പറ്റും. നമ്മൾ ഒരാളുടെ സഹായത്തോടു കൂടി പിടിച്ച് ഇറങ്ങി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റാണത്. അപ്പം നിങ്ങൾ ഇവിടെ വരെ കയറ്റി കഴിഞ്ഞു, അയ്യോ ഇത് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല, എനിക്ക് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുന്നില്ല, ഇതെനിക്ക് പാകമല്ല, അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ പിന്നെ അവിടെ നിർത്തുക, ആ ഉദ്യമം അവിടെ നിർത്തുക. അങ്ങനെയല്ല, മറ്റൊരാളുടെ സഹായത്തോടു കൂടി അത് പുറകോട്ട് ഇറക്കിയിടാം, ഈസിയായിട്ട് ഇറക്കിയിടാം. അടിക്കാൻ നേരത്തെ അമ്മൻ്റെ പാട് വരുമെന്നേ ഉള്ളൂ. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റിംഗ് ആണ്, അത് മനസ്സിലാക്കണം കേട്ടോ. കൈ കയറുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഉടലും ഇറങ്ങും. ഉടൽ ഇറങ്ങും വെച്ചാൽ നമ്മൾക്ക് ചിലർക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇറക്കി സ്വന്തമായിട്ട് തന്നെ വലിച്ചിടാം. ചിലർക്ക് അങ്ങനെ പറ്റത്തില്ല. അപ്പൊ ഇവിടെ വന്നെല്ലാം കൂടി ഇങ്ങനെ ചുളുങ്ങിയിരിക്കും. ഇവിടെ ഇങ്ങോട്ട് വരിക എന്ന് തോന്നുന്നു. അത് ഒരാളെ കൊണ്ട് പിടിച്ചങ്ങ് ഇടിപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിടക്കും. ഞാനത് അനുഭവസ്ഥയാണ്, എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ബ്ലൗസ് സാരി ഞാൻ കഴിഞ്ഞ ആഴ്ച കുറെ സാരി ഇട്ട, എല്ലാത്തിനും ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ടോ, ഒറ്റ ഒരെണ്ണം പോലും സാരിയുടെ ബ്ലൗസ് ഇട്ടില്ല. ഇതിനൊക്കെ സ്ട്രെച്ച് കുറവാണ്, കണ്ടോ, കറക്റ്റ് ഫിറ്റല്ലായിരിക്കുന്നത്. കാരണം പക്ഷെ ഇത് കാസൽ കോട്ടൺ ബ്ലൗസ് ഇട്ട പോലെ തന്നെ തോന്നിക്കും. ബോട്ടിൽ ഗ്രീനെ കണ്ടോ. ഇന്നുപോലെ ഇപ്പം ഞാൻ പ്ലെയിൻ സാരി കാണിച്ചില്ലേ, നെറ്റ് കോട്ടയുടെ, അതിനൊക്കെ ഇങ്ങനത്തെ ഒക്കെ ബ്ലൗസ് ഇടുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. കാരണം ഇതിൽ ഒരു ഡിസൈൻ ഉണ്ടല്ലോ. പിന്നെ കേരള സാരിക്ക് നല്ലതാണ്, ഒത്തിരി സംഭവങ്ങൾക്ക്. ഇത് ഏതോ സൈസ് ചെറുതാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇത് സൈസ് നോക്കട്ടെ, സൈസ് നോക്കിയിട്ട് കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു സൈസ് ഇത്തെ സൈസ് ഉണ്ടോ, ചിലത്തെ സൈസ് കാണുകയില്ല, ഫ്രീ സൈസായിട്ട് വരുന്നതുകൊണ്ടേ
ഇത് XXL ആണ്, പക്ഷേ ഇത് ഇച്ചിരി ടൈറ്റാണ്. XL സൈസ് ഉള്ളവർ വാങ്ങിച്ചാൽ മതി. ഇത് XXLകാർ തന്നെ വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. XXL ആ ഒരു ബ്ലൗസ് മാത്രം. ഇത് നമ്മുടെ റീസ്റ്റോക്കാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബ്ലൗസാണ്. ഒത്തിരി നമ്മൾ വിറ്റ ഒരു ബ്ലൗസ് റീസ്റ്റോക്ക് വന്നതാണേ. ഇതാ ഉണ്ടോ? ഇത് നിങ്ങൾക്ക് ഏതാണോ സ്ക്രീനിൽ എഴുതിയേക്കുന്ന സൈസ് അത് വാങ്ങിക്കാം. അതിൻ്റെ താഴോട്ടുള്ള ആർക്കും വാങ്ങിക്കാം. മീഡിയംകാർക്കോ ലാർജുകാർക്കോ XLകാർക്കോ. സ്ക്രീനിൽ എഴുതിയേക്കുന്ന സൈസിനെ കഴിഞ്ഞും മേളിലോട്ടുള്ള സൈസുള്ളവർ വാങ്ങിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വേണ്ട പച്ച കൂടെ സിൽവർ ഇഷ്ടപ്പെട്ട ഈ ബ്ലൗസ്. ഞാൻ ഇതിൻ്റെ ഒരു മെറൂൺ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി. അത് വീട്ടിലെങ്ങാണ്ടിരിക്കുക. അന്ന് ആദ്യം ഈ ബ്ലൗസ് വന്നപ്പം എനിക്ക് റെഡിമെയ്ഡ് ബ്ലൗസിനോട് ഇഷ്ടം തോന്നിയേപ്പിച്ച ബ്ലൗസായത്. നല്ല മജന്ത. ഇനി ഇതെടുത്തൊരു സാരി എടുത്തൊക്കെ വീഡിയോ എടുക്കണം. എനിക്ക് നല്ല രസമല്ലേ? മജന്തയിൽ സിൽവർ. മജന്ത മീൻസ് ഡാർക്ക് പിങ്ക്. എൻ്റെ അമ്മേ ധൃതി കൂടിയിട്ടുണ്ടല്ലോ. എനിക്ക് വട്ടാകുന്നു. ഇച്ചിരി ഉണ്ടെന്നല്ലേ പറയാൻ വന്നേ. എല്ലാവർക്കും ഉണ്ടത്. ഡാർക്ക് മെറൂൺ എല്ലാവരുടെയും ഫേവറേറ്റാണ് ഡാർക്ക് മെറൂൺ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ അവനവൻ്റെ സൈസിനെ കഴിഞ്ഞും ഇച്ചിരി വലിയ സൈസുള്ളവർക്കും എടുക്കാം. കാരണം അത്രയും സ്ട്രെച്ച് ആകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയംകാർ എടുക്കുമെന്ന് വെച്ചോ, അവർക്ക് ചിലപ്പം സൈഡ് ഒന്ന് അടിക്കേണ്ടി വരും. പക്ഷെ കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഇവിടെ ഒക്കെ ഇരിക്കുന്നതാണ് എന്നാ കറക്റ്റായിട്ടാണ്. ഇവിടെ ഒന്നും ഒരു ചുളിവില്ലാതെ ബ്ലൗസ് തയ്ച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാ. കൈക്കൊന്നും ഒരു ചുളിവും ഇല്ലാതെ ബ്ലൗസ് തയ്ച്ച് കിട്ടുക എന്ന് പറയുന്നത്. ഇതും നമ്മുടെ റീസ്റ്റോക്ക് അല്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഒറ്റ ബ്ലൗസ് മാത്രം കാണിച്ചപ്പം, ഒരു മെറൂൺ ബ്ലൗസ് കാണിച്ചപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സ് ചോദിച്ചവർ ഇതേ കണ്ടോ? വേറെ കളേഴ്സ് ഇതാണ്. പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്ന ഒരു ബ്ലൗസുകളിലൊന്നാണിത്. എനിക്കും അതെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ മെറൂൺ ബ്ലൗസ് ഇട്ടുകൊണ്ട് സാരി എടുത്തിട്ട് എനിക്ക് തന്നെ എന്നാ ഇഷ്ടം. എനിക്ക് എന്നോട് തന്നെ ഇഷ്ടം തോന്നി. കൊള്ളാലോ വിദ്യേ എന്ന് പറഞ്ഞു. എന്നാ സൂചിക്കുന്നില്ലേ? നേവി ബ്ലൂ. കുറച്ചേരം നിൽക്കട്ടെ. എനിക്ക് ശ്വാസം പോകും. ആരും അറിയില്ലല്ലേ? ഞാൻ എന്നോട് തന്നെ പറഞ്ഞാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ലെന്ന് നിങ്ങൾ ഓർക്കണം. ഒരു മുട്ടായിയാണ് കഴിച്ചത്. ഇനി അത് കഴിക്കണം. സമയം 10 മണിയും കണ്ടായി. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണീർ കണക്കൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതിന് തീർച്ചയായും പ്രതിഫലം ഉണ്ടായിരിക്കും. ഇപ്പം സങ്കടപ്പെടുന്നവരും കരയുന്നവരും ഒന്നും വിഷമിക്കേണ്ട. അതിനൊക്കെ പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ കരച്ചിലിനും നമുക്ക് പ്രതിഫലം വെച്ചിട്ടുണ്ട്. നല്ല പ്രതിഫലം. ഇത് കോഫി കളർ. ടീൽ ബ്ലൂ. എല്ലാത്തിനും ഓവറായിട്ട് സ്റ്റോക്കില്ല. ചിലതിന് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വന്നതിന് ഒത്തിരി സ്റ്റോക്ക് ഉണ്ട്. റീസ്റ്റോക്ക് ആയിട്ട് വന്നതിന് വീണ്ടും ഒത്തിരി സ്റ്റോക്ക് കൊണ്ടുവരത്തില്ലല്ലോ. ഗ്രീൻ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് ചോദിച്ചതാണ്. ഇത് ബീഡ്സ് ആണ്. മൊത്തം ബീഡ്സ് വെച്ച് ചെയ്തിരിക്കുക. അപ്പോൾ അത് വാഷ് ചെയ്ത് ഇത്തേ കൂടെ ഒരു സെൽഫ് പ്രിൻ്റ് ഉണ്ട് താനും. ഹക്കോബായുടെ ഒക്കെ ഇട്ട പോലെ ഒരു ഫീൽ തോന്നിക്കും. വാഷ് ചെയ്യുമ്പോൾ വെറുതെ ഷാമ്പൂവിനകത്ത് മുക്കി കുറച്ച് നേരം വെച്ചിട്ട് വേറെ നല്ല വെള്ളത്തിൽ കഴുകി ഇത് സ്പിൻ ചെയ്യാതെ വിരിച്ചിടണം. ബീച്ച് ആരാണ്ടൊക്കെ കഴിഞ്ഞ ദിവസം ബീച്ചൊക്കെ ചോദിക്കുന്ന കേട്ടു. ബീച്ച് എന്തിനായിരുന്നു? ഞാനും അന്വേഷിച്ചായിരുന്നല്ലോ ബീച്ചുകളൊന്ന് റോസ് ഉണ്ടോന്നൊക്കെ. ഏതോ സാരി എടുക്കാനായിരുന്നല്ലോ. ഇത് ബീച്ചുണ്ടല്ലോ. ടീൽ ബ്ലൂ. കുറച്ച് നേരം മിണ്ടാതെ നിൽക്കട്ടെ. ഇനി മൂകഭാഷയായിരിക്കും. ശ്വാസം മുട്ടുന്നു. കോഫി ബ്രൗൺ. ഇതെല്ലാം ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ആ ഡിസൈനാണ്. ഹക്കോബായുടെ ബ്ലൗസ് ഇട്ട പോലെ തന്നെ തോന്നിക്കും. ഇനി അത്രയും തീർന്നു. ഇനിയാണ് പ്ലെയിൻ ബ്ലൗസ്. ഈ ബ്ലൗസിൻ്റെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്. ഇങ്ങനത്തെ ബ്ലൗസുകൾ വളരെ ചീപ്പ് റേറ്റിൽ 150 രൂപ 160 രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണ്. നമുക്ക് വേണമെങ്കിലും അത് സെയിൽ ചെയ്യാം. പക്ഷെ അതിട്ട് കഴിഞ്ഞാൽ ഇതാ പ്രശ്നം. 2 പ്രാവശ്യം ഇട്ട് കഴിയുമ്പം വലിഞ്ഞ് ഇവിടെ ഒക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കും. നിങ്ങൾക്ക് ബ്ലൗസ് സ്കിൻ ഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്കിൻ ഫിറ്റായിട്ട് തന്നെ ഇരിക്കണ്ടേ? 2 ദിവസം കഴിയുമ്പോൾ തൂങ്ങി കിടക്കാനല്ലോ. പിന്നെ ഇതിന് ആജീവനാന്ത ഗ്യാരണ്ടി ഇതിനും ഇല്ല. പക്ഷെ ഒറ്റ ഇടിയിലും 2 ഇടിയിലും കൊണ്ട് പോകത്തില്ല.
അങ്ങനെ നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. പല വിലയുടെ ഉണ്ട്, എല്ലാം ഒന്നല്ല. ആരാണ്ടൊരിക്കൽ ഏതോ ഒരു ചാനലിൻ്റെ ഇതെടുത്ത് അയച്ചു തന്നു. നമ്മൾ കാണിക്കുന്ന ബ്ലൗസ് തന്നെയാണ് അതിൻ്റെ വിലയും നിങ്ങളുടെ വിലയും കൂടെ നോക്കാനും പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നേച്ചി, അരി 20 രൂപയ്ക്കും കിട്ടും, 50 രൂപയ്ക്കും കിട്ടും, 100 രൂപയ്ക്കും കിട്ടും. എല്ലാത്തിനും വിളിക്കുന്ന അരിയും തന്നെയല്ലേ, എല്ലാം ഒന്ന് തന്നെ അല്ലല്ലോ. അത്രയൊന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഇവിടെ ആരും, നമ്മളും ഈ ലോകത്ത് തന്നെ ജീവിക്കുന്നത്. ഈ ചാനലുകളൊക്കെ മറ്റുള്ളവർ കാണുമെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അല്ലാതെ നമ്മൾ ബാക്കിയുള്ളവരെല്ലാം കണ്ണു മൂടിക്കെട്ടിയിരിക്കുക എന്നുള്ള വിചാരമൊന്നുമില്ല. അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അത് അറിയാൻ മേലാൻ കേട്ടില്ല, സാധനം വേറെയാണ്. അതുകൊണ്ടാണ് മെറൂൺ. പാട്ട് അവിടെ കേൾക്കുന്നു, ഞാൻ ഇവിടെ താളം പിടിക്കുന്നു. എല്ലാവരും അവർക്ക് എനിക്ക് തന്നെ പാട്ടാണോ? ഇത് കാണിക്കാത്തൊരു കളർ കേട്ടോ. ഈ കളറിന് എന്നാ പറഞ്ഞ വാടാമുല്ല കളർ, ബ്ലാക്ക്. എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ളതല്ലേ. പക്ഷെ എന്നാ പെർഫെക്റ്റ് ഫിറ്റിങ്, പക്ഷേന്നല്ല എന്നാ പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് വേണ്ട. ഇനി ഒരു ടൈപ്പ് ബ്ലൗസും കൂടെ ഉണ്ട്. ചുമ്മാ കാണിക്കുന്ന റെഡി സ്കിൻ ഫിറ്റ് അല്ല, നമ്മുടെ കോട്ടൺ ആണോ റയോൺ ആണോ, കോട്ടണാണ്. മൾട്ടി കളർ ബ്ലൗസ്. ഇതിൻ്റെ കലങ്കാരി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സൈസ് ഒരു കുർത്തി സൈസ് അല്ല, ബ്രാ സൈസ് ഒരു 42 വരെയൊക്കെ ഉള്ളവർക്ക്, 42 വരെയുള്ളവർക്കൊക്കെ ഇടാം. ഇത് കണ്ടോ, ഇവിടം വരെയാണ് ഇതിൻ്റെ അടിപ്പ്. ഇത്രയും ബാലൻസ് ഉണ്ട്. ഒരു 1.5 3 വെച്ച് രണ്ട് സൈഡിലും കൊടുക്കുക. അത് 3 ഇഞ്ചിന് മേലെ, ഞാൻ കുറച്ച് പറയുന്ന 3 ഇഞ്ചിന് മേലെ നമുക്ക് വണ്ണം കൂട്ടാൻ പറ്റും. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഓൾട്ടർ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ സൈസ് അനുസരിച്ച് ചെസ്റ്റ് സൈസും ഇവിടുത്തെ വണ്ണം കൂടെ എടുത്തിട്ട് അതനുസരിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തേച്ചാൽ മതി. ഇത് സ്ലീവ്ലെസ് ആയിട്ട് ഇടേണ്ടവർക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇടാം. ബാക്ക് ഓപ്പൺ ആണ്, ബാക്ക് നെക്ക് ഇങ്ങനെയാണ്. ബാക്ക് നെക്ക് ഇത് പാർട്ടി വെയർ ബ്ലൗസ് ആയിട്ട് ഇടുന്നതാണ്. പാഡലാണ്. ഇതിനകത്ത് സ്ലീവ് ഉള്ളിലുണ്ട്. ഫ്രണ്ടിലത്തെ നെക്ക് എന്ന് പറയുന്ന ഒരു യാലിലെ നെക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു നെക്ക്. ഉള്ളില് എൽബോയ്ക്ക് മുകളിൽ നിൽക്കുന്ന കൈ പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് ചെയ്താൽ മതി. ഉള്ളൂ. നല്ല ബ്ലൗസ്, സിമ്പിൾ ബ്ലൗസ്, കോട്ടൺ ബ്ലൗസ്. ഒന്നുമില്ല, ഓൾട്ടർ ചെയ്യണം. പക്ഷെ 42 സൈസ് വരെ ബ്രാ സൈസ് ഉള്ളവർക്ക് ഇടാം. മൾട്ടി കളറാണ്. നിങ്ങൾക്ക് പ്ലെയിൻ സാരികൾക്കോ അങ്ങനെയൊക്കെ ഉള്ളതിന് ഇടാനായിട്ടും ഒക്കെ നല്ലതാണ്, നല്ല രസമായിട്ട് ഭംഗിയായിട്ടൊക്കെ ഇടാം. ഇനി സ്ലീവ്ലെസ് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഈ സാധനം ഇഷ്ടമില്ല, കട്ട് ചെയ്ത് കളയാം. പാട് ഇഷ്ടമില്ലെങ്കിൽ പാട് ഇവിടെ അഴിക്കുമ്പോൾ ഇതങ്ങ് എടുത്ത് കളയുകയും ചെയ്താൽ മതി. കട്ട് പ്രിൻസസ് കട്ടാണ് ഫ്രണ്ടിലത്തെ കട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വീഡിയോ. ഒന്നും കൂടെ പറയുകയാണ്, ഈ സ്ക്രീനിൽ എഴുതിയേക്കുന്ന സൈസ് വരെയുള്ള ഈ ഒരൊറ്റ സൈസേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയത്. അതായത് ഫ്രീ സൈസ്. അതിന് വരെയുള്ള ആർക്കും ഈ ബ്ലൗസ് ഉപയോഗിക്കാം. ഇതിന് മേളിലോട്ടുള്ളവർ എടുക്കരുത്. പിന്നെ ഞാൻ ഫസ്റ്റിൽ കാണിച്ച ബ്ലൗസ് ഒരു സൈസ് താഴെയുള്ളവർ എടുത്താലും മതിയാവും എന്നാണ് ഞാൻ പറയുന്നത്. ഇച്ചിരി ഒരു സ്ട്രെച്ച് കുറവാണ്. പിന്നെ ഇതിങ്ങനെ വലിച്ചിടുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, ചിലർക്ക് ഇവിടെ പിടുത്തം വന്നു കഴിഞ്ഞാൽ അതെനിക്കിനി പാകമല്ലെന്ന് ഓർക്കരുത്. അത് മറ്റൊരാളുടെ സഹായത്തോട് വലിച്ചു, കാരണം ഇതിന് ഓപ്പൺ ഇല്ലല്ലോ. അതുകൊണ്ട് സ്ട്രെച്ച് കുറവുള്ളത് ഇച്ചിരി വലിച്ചിട്ട് തന്നെ ഇടേണ്ടി വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്കിതിന് അറ്റ് എനി കോസ്റ്റ് റിട്ടേൺ, എക്സ്ചേഞ്ച്, റീഫണ്ട് ഒന്നുമില്ല. ഒരു സംഭവങ്ങളും ഇല്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തോടെ നിങ്ങളുടെ ഇതിലൂടെ എടുത്താൽ മതി. നമ്മൾ ഒരാളോട് പോലും ഫോഴ്സ് ചെയ്ത് എടുപ്പിക്കുന്ന അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ പറയുകയാണ്, റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്തയച്ചാൽ മതി. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.